കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും എന്നും ഇങ്ങനെയായിരുന്നു. എല്ലാ കാലവും ഇങ്ങനെയായിരുന്നു. തങ്ങൾക്ക് ഗുണമില്ലാത്തൊരു കാര്യം, തങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ വിഷയം. തങ്ങളാണ് വികസനത്തിൻ്റെ എല്ലാം. തങ്ങൾക്ക് പ്രൈവറ്റൈസ് ചെയ്യാം, വേറെ ആരും പ്രൈവറ്റൈസ് ചെയ്യാൻ പാടില്ല. തങ്ങൾക്ക് പ്ലസ് ടു കൊണ്ടുവരാം, വേറെ ആരും പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവരാൻ പാടില്ല. തങ്ങൾക്ക് എന്ത് ചെയ്യാം, തങ്ങൾക്ക് സ്വകാര്യവൽക്കരിക്കാം, വേറെ ആരും ചെയ്യാൻ പാടില്ല. തങ്ങൾക്ക് വിദേശ സർവകലാശാലയെ കൊണ്ടുവരാം, വേറെ ആരും കൊണ്ടുവരാൻ പാടില്ല. തങ്ങൾക്ക് കോർപ്പറേറ്റിന് അദാനിയെ സഹായിക്കാം, വേറെ ആരും സഹായിക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി തങ്ങളാണ് എല്ലാം. CPM ആണില്ല, വേറെ ആരും ഒരു വികസനം കൊണ്ടുവരാൻ പാടില്ല. അതൊരു കാഴ്ചപ്പാട്. രണ്ടാമത്തെ വേറെ ആരും കൊണ്ടുവന്ന് അതൊക്കെ കോർപ്പറേറ്റാണ്, മുതലാളിത്തമാണ്, ബൂർഷയാണ്, പെറ്റി ബൂർഷയാണ്, പിന്നെ വേണ്ട തകരാറാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നമുള്ളത് CPMന് വേറൊരാളിന് ഗുണം കിട്ടുന്നതാണെങ്കിൽ ഒരു കാരണവശാലും അത് സമ്മതിക്കത്തില്ല. NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്നൊരു MP ഉണ്ട് കൊല്ലത്തെ. അദ്ദേഹവും സമ്പത്ത് എന്ന് പറഞ്ഞൊരു MP ഉണ്ടായിരുന്നു. ഇപ്പോൾ സമ്പത്ത് MP അല്ല. ഇവർ രണ്ടുപേരും MP ആയിരുന്നു ആദ്യകാലത്ത്. രണ്ടുപേരും ഡൽഹിയിൽ ഒരു മുറിയിൽ താമസിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഇംഗ്ലീഷിൽ രണ്ടുപേരും LLM കഴിഞ്ഞവരാണ്. രണ്ടുപേരും വലിയ രീതിയിൽ സംസാരിക്കുകയൊക്കെ സംസാരിച്ച് പാർലമെൻറ്റിനെ കയ്യിലെടുത്തവരാണ് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത്. രണ്ടുപേരും LDFിലാണ്. ഒന്ന് RSP എന്ന LDFിലാണ് NK പ്രേമേന്ദ്രൻ അവർകൾ, അതുപോലെ സമ്പത്ത് അവർകൾ എന്ന് പറയുന്നത് CPMലാണ്, K. അൻവത്തൻ്റെ മകൻ. പക്ഷെ കാലം പോയി, സമ്പത്ത് എവിടെ ചെന്ന് നിൽക്കുന്നു, സമ്പത്ത് രാഷ്ട്രീയത്തിലേക്ക് ഗ്രാഫ് താഴെ പോയി. NK പ്രേമേന്ദ്രൻ മുകളിലോട്ട് ഗ്രാഫിൽ പോയി. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്ന നാവായിക്കുളം പ്രദേശത്ത് പഞ്ചായത്തിൻ്റെ ഭാരവാഹിയായിട്ട് പോലും ജില്ലാ പഞ്ചായത്തിലോ ഗ്രാമപഞ്ചായത്തിലോ ഒക്കെ വെച്ച് തുടങ്ങിയതാണ്. അവിടെ നിന്ന് തുടങ്ങി ഈ പലവട്ടം MP ആയി, സംസ്ഥാന ജലവകുപ്പ് മന്ത്രിയായി, ഒരുപാട് കാര്യങ്ങളിൽ പോയി, പലവട്ടം അവാർഡ് വാങ്ങിച്ചു. അത് കോൺഗ്രസിൻ്റെ നിന്നും അവാർഡ് വാങ്ങിച്ചു, CPMന് നരേന്ദ്രമോദിയിൽ നിന്നും അവാർഡ് വാങ്ങിച്ചു. വളരെ പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനാണ്. മന്ത്രിയായിട്ടും അദ്ദേഹത്തിൻ്റെ കാലത്താണ് മുല്ലപ്പെരിയാറിലൊക്കെ വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ലോകോത്തര മാതൃകയിൽ മാറുകയാണ്. ഇതിലൊക്കെ പ്രേമേന്ദ്രൻ്റെ ഒരു ടച്ചുണ്ട്. വർഷങ്ങളായുള്ള അവിടുത്തെ നാഷണൽ ഹൈവേയുടെ വർക്ക് തീർത്തതിലും NK പ്രേമേന്ദ്രൻ്റെ കൈയുണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൻ്റെ പദ്ധതികളെ അതേപടി നടപ്പിലാക്കില്ല. ജലജീവ മിഷൻ ഇവിടെ വന്നപ്പോൾ നടപ്പിലാക്കാതെ കേന്ദ്രത്തിന് കുറ്റം പറയുകയാണ്. ഓരോ പദ്ധതി, ആയുഷ്മാൻ ഭാരത് വന്നു, PM ശ്രീ വന്നു, ഏത് പദ്ധതി വന്നാലും അത് നടപ്പിലാക്കാതെ കേന്ദ്രത്തെ കുറ്റം പറയും. ആവശ്യമായ കത്ത് കൊടുക്കില്ല, ഒന്നും ചെയ്യത്തില്ല. ഇവിടെ കൊല്ലം ആശ്രാമം മൈതാനത്തുള്ള കശുവണ്ടി ഫാക്ടറിയിലുള്ള അണ്ടി തല്ലുന്ന പാവപ്പെട്ട സ്ത്രീകൾ, ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെടുന്ന നാമമാത്രമായ തുകയ്ക്ക് വേണ്ടി മാത്രമായി ഈ കശുവണ്ടി തല്ലുന്ന പാവം അമ്മമാർ, സഹോദരിമാർ, അവരുടെ മക്കൾക്ക് കൂടി പഠിക്കാൻ കഴിയുന്ന, എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നതെന്നറിയാവോ? അവരുടെ മക്കൾ കൂടി പഠിക്കാൻ കഴിയുന്ന 50 കുട്ടികളുടെ അഡ്മിഷൻ വരുമ്പോൾ അതിൽ ഒരു 50% കൂടുതൽ ESI ഉള്ള മക്കൾക്കും പഠിക്കാൻ പറ്റും, ഫാമിലിയുടെ മക്കൾക്കും പഠിക്കാൻ പറ്റും. പിന്നെ അവരിൽ കഴിവുള്ളവരുണ്ടെങ്കിൽ അവർക്കും പറ്റും. അങ്ങനെ 50% അല്ല 100% കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ കോളേജ്, 290-300 ബെഡുകളുള്ള, ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഒരു മെഡിക്കൽ കോളേജ് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. കേരള സർക്കാർ ഒരു കത്ത് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. എന്താണ് ഒന്നുകിൽ വീണ ജോർജിന് വിവരമില്ല, അല്ലെങ്കിൽ അഹങ്കാരമാണ്, അല്ലെങ്കിൽ ഭരണ പരിചയമില്ല. അവർ ഇന്നലെ ഒരു പത്രത്തിൽ ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു പ്രസ് മീറ്റിൽ. അവരെന്താ പറയുന്നത്? അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അവിടുത്തെ ഒരു ഇതിനകത്ത് വരുന്നൊരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്. അതിപ്പോൾ ESIയിൽ പോയി നമ്മൾ ചികിത്സിച്ചാലും ഡോക്ടറിൻ്റെ ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്, ഇത് ആവശ്യമുണ്ട് ഈ ചികിത്സ. അതുപോലെ അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ഇന്ത്യൻ മെഡിക്കൽ കമ്മീഷൻ്റെ ഒരു പ്രൊസീജിയറാണ്. പിന്നെ ബോർഡിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ, എസെൻഷ്യൽ ഇങ്ങനെ ആശുപത്രി ആവശ്യമുണ്ടെന്ന് സ്റ്റേറ്റ് ഒരു കത്ത് കൊടുക്കണം. അതൊരു ഒരു വലിയ മിനിമം പ്രൊസീജിയറാണ്. അപ്പോൾ ESIയിൽ നിന്ന് കഴിഞ്ഞ മാസം ജനുവരിയിൽ കത്ത് എവിടെ കൊടുക്കുന്നു? കേരള സർക്കാരിന് കൊടുക്കുന്നു, ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് തരാൻ. ഈ NOC CBSE സ്കൂളുകൾക്കൊക്കെ NOC എന്ന് പറയും പോലെ. അപ്പോൾ ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു. ഉടൻ തന്നെ അവർ അതിനകത്ത്
മുഖം തിരിഞ്ഞ് നിൽക്കുന്നു, തല തിരിഞ്ഞ് നിൽക്കുന്നു. എന്നിട്ട് അവസാനം അവർക്ക് കത്ത് കൊടുക്കുന്നു, വീണ്ടും ESIക്കാർ കത്ത് കൊടുക്കുന്നു, ESIക്കാർ മറുപടി കൊടുക്കുന്നു. അങ്ങനെ കത്തിൻ്റെ യുദ്ധത്തിൽ, സെക്രട്ടേറിയറ്റ് ESI കത്ത് യുദ്ധത്തിൽ കുറേ ദിവസം കളഞ്ഞു കുളിച്ചു. ഡിലേ ആണല്ലോ ബെസ്റ്റ് ടാറ്റിക്സ്. അത് കഴിഞ്ഞതിന് ശേഷം NK പ്രേമേന്ദ്രൻ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയെ കൊണ്ട് ഇവിടുത്തെ മന്ത്രിയെ വിളിച്ചു, മുഖ്യമന്ത്രിയെ വിളിപ്പിക്കുന്നു, ഇവിടുത്തെ തൊഴിൽ മന്ത്രിയെ വിളിപ്പിക്കുന്നു. കാര്യം തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയാണ്. തൊഴിൽ മന്ത്രി വിളിപ്പിക്കുന്ന കാര്യം എന്താണ്? ESIയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെ വിളിക്കുന്നു. നേരിട്ട് NK പ്രേമേന്ദ്രൻ പോയി മുഖ്യമന്ത്രിയെ കാണുന്നു, നേരിട്ട് പോയി ചീഫ് സെക്രട്ടറിയെ കാണുന്നു, തൊഴിൽ വകുപ്പ് മന്ത്രിയെ കാണുന്നു, വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുന്നു. വലിയ ഹോംവർക്ക് ചെയ്യുന്നു. PMO ഓഫീസിൽ നിന്ന് ഒരു ഡയറക്ടർ, ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരു ഡയറക്ടർ വിളിക്കുന്നു. നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് തരൂ, നിങ്ങളെ എയിംസില്ല എന്നൊക്കെ പറഞ്ഞ് നെഞ്ചിലടിച്ച് വിളിക്കുന്നില്ലേ, ഒരു സർട്ടിഫിക്കറ്റ് തരൂ. എസെൻഷ്യൽ സർക്കാരിന് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഇനി എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തെന്ന് വിചാരിക്കുക. നിങ്ങൾ കൊടുക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളതല്ല പ്രധാനം. നിങ്ങൾ കൊടുക്കുമ്പോൾ ഇനിയൊരു നോ ഒബ്ജക്ഷൻ ഉണ്ട്, പിന്നീട് കോഴ്സ് തുടങ്ങുന്ന സമയത്തുണ്ട്. ആ സമയത്തിന് മുമ്പിൽ എല്ലാം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഞങ്ങളിതൊക്കെ ചെയ്തു കൊള്ളാം, അവിടെ എന്തൊക്കെ ഇല്ല എന്ന് DMOയെ കൊണ്ട്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറെ കൊണ്ട്, കൊല്ലം DMOയെ കൊണ്ട് മുൻകൂട്ടി പറഞ്ഞ് നിശ്ചയിച്ചതുപോലുള്ള ഒരു ബാഡ് റിപ്പോർട്ട് വീണ ജോർജ് വാങ്ങിച്ചപ്പോൾ, വീണ ജോർജ് മനസ്സിലാക്കേണ്ടത്, വാങ്ങിച്ച് അവർക്ക് കത്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു അണ്ടർടേക്കിംഗ് തരാം. നിങ്ങൾ ഒരു അണ്ടർടേക്കിംഗ് വാങ്ങിച്ച് വെച്ചുകൊണ്ട് അണ്ടർടേക്കിങ്ങിൻ്റെ ഒരു ലൈൻ കൂടി ചേർത്തുകൊണ്ട് ഇങ്ങനെ ഇന്ന ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്, DMOയുടെ റിപ്പോർട്ടുണ്ട്, അതേസമയം അവിടെ ഒരു അണ്ടർടേക്കിംഗ് കൂടി അവർ തന്നിട്ടുണ്ട്, ഈ കാലഘട്ടത്തിനുള്ള ഈ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം. ടെമ്പററി ഷെഡ് എടുത്ത് ടെമ്പററി ഓഫീസ് തുറന്നുകൊണ്ടും ടെമ്പററി റൂം തുറന്നുകൊണ്ടാണ് എല്ലായിടത്തും ക്ലാസ് നടക്കുന്നത്. അങ്ങനെയൊക്കെ അല്ലേ കോളേജുകളിലൊക്കെ? ടെമ്പററി അഡ്മിഷൻ കഴിഞ്ഞ് പതുക്കെ മതിയല്ലോ, അപ്പോൾ അത് നടത്തിക്കൊള്ളാം. പിന്നെ 290 പേരുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് തന്നെയുണ്ട് അവിടെ ആളുകളെ ചികിത്സിക്കാൻ. അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ഇതിനൊരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് NK പ്രേമേന്ദ്രൻ കൊടുത്തപ്പോൾ, അങ്ങനെ ഈ പരനാറി അല്ലെങ്കിൽ എന്താണ് വർഗവഞ്ചകൻ, അല്ലെങ്കിൽ ഈ പിന്നെ കുറേ പേരുകളുണ്ടല്ലോ, ഈ വർഗവഞ്ചകനായിട്ടുള്ള പരനാറിയായിട്ടുള്ള പിന്നെ നമ്മുടെ LDFിൽ നിന്ന് പോയ ഇയാൾ അങ്ങനെ സുഖിക്കണ്ട എന്നുള്ള ഒരൊറ്റ പൊളിറ്റിക്കൽ വെഞ്ചൻസ് കൊണ്ട് ഒരു സമൂഹത്തെയാണ് ഇല്ലാതാക്കിയത്. കശുവണ്ടി തൊഴിലാളികൾ എന്ന് പറയുന്ന പാവപ്പെട്ട അമ്മമാരുടെ മക്കൾ, അവർക്ക് 50 സീറ്റ് മുതൽ ഒരു 25-30 സീറ്റിലെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഡോക്ടർമാരാകുന്ന മക്കൾക്ക് ഡോക്ടറാവാൻ കഴിയുന്ന സാഹചര്യം മാത്രമല്ല, ആ അമ്മമാർക്കും സഹോദരിമാർക്കും ഒരു പുരുഷായുസ് മുഴുവൻ അണ്ടി തല്ലി ഇങ്ങനെ നടക്കുന്ന, കശുവണ്ടി തല്ലി നടക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും നല്ല ചികിത്സ കിട്ടുന്ന ആശ്രാമം ESI ഹോസ്പിറ്റലിൻ്റെ ഇത് തകർത്തു. ഈ വർഷം 28 മുമ്പ്, ജനുവരി 28 മുമ്പ് കത്ത് കൊടുക്കേണ്ടിയിരുന്നു. അവസാനം ജനുവരി 28 മുമ്പ് കൊടുക്കാത്തത് കൊണ്ട്, ഇങ്ങനെ ഇട്ട് ഈ ഫയൽ കളി കളിച്ചത് കൊണ്ട്, ഒരു സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഫയൽ കൊടുക്കേണ്ടെന്ന് വെച്ച് പിന്നെ ഇട്ട് കളിക്കാമല്ലോ, കളിച്ചത് കൊണ്ട് NK പ്രേമേന്ദ്രൻ വീണ്ടും ഡൽഹിയിൽ പോയി 3-ാം തീയതി വരെ നീട്ടിച്ചു. അദ്ദേഹത്തിന് ഒരു സ്വാധീനമുള്ളത്, ദീർഘകാലം MP ആയിരുന്നല്ലോ, ആണല്ലോ, ഇപ്പോഴും MP ആണ്, ദീർഘകാലമായിട്ട് MP ആണല്ലോ. അദ്ദേഹം അവിടുത്തെ സ്വാധീനിച്ചിട്ട് അത് 3-ാം തീയതിയാക്കി, ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് 5 ദിവസം കൂടെ നീട്ടി. തീർച്ചയായിട്ടും അപ്പോഴും കൊടുക്കാമായിരുന്നു. പക്ഷേ ഫെബ്രുവരി 3 കഴിഞ്ഞു, ഇതുവരെ കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് കൊടുക്കാത്തതിനെക്കുറിച്ച് NK പ്രേമേന്ദ്രനും ജനങ്ങളും ചാനലുകളും അഭിപ്രായം പറഞ്ഞപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ വന്ന് പറയുന്നു അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, അതുകൊണ്ടാണ് ESI ഹോസ്പിറ്റലിൽ ഇത് കൊടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധിയുണ്ട് പോലും. അതുപോലെ തന്നെ എല്ലാ മിനിമം ഫെസിലിറ്റി ഉണ്ടെങ്കിലേ ഹോസ്പിറ്റൽ കൊടുക്കാൻ പറ്റൂ. സുപ്രീം കോടതി വിധിയുടെയൊന്നും ഒരു കാര്യമില്ല, മെഡിക്കൽ കമ്മീഷൻ്റെയും കാര്യമില്ല. പക്ഷെ പ്രധാനം അതല്ല, നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തോ, മോറൽ സപ്പോർട്ട് ചെയ്തോ, നിങ്ങൾ ഇത് വരാനുള്ളിടത്ത് നിന്നോ, വരണ്ട എന്നുള്ളിടത്താണ് നിങ്ങൾ നിന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം NK പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണെങ്കിൽ നിങ്ങൾ തമിഴ്നാടിനെ കണ്ടുപഠിക്കണം. തമിഴ്നാട് ഹൗസിൽ, ഡൽഹിയിലെ തമിഴ്നാട് ഹൗസിൽ DMK-ക്കാരനും ADMK-ക്കാരനും വിജയുടെ പാർട്ടിയും മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് തമിഴ്നാടിന് ആവശ്യമുള്ളത് വാങ്ങിക്കൊണ്ട് പോകും. നിങ്ങൾ കേവലം ഒരു NK പ്രേമചന്ദ്രനെ നിങ്ങൾ പൊളിറ്റിക്കലായിട്ട് അറ്റാക്ക് ചെയ്തോളൂ, പക്ഷെ അതിനുവേണ്ടി ഒരു ജനതയ്ക്ക് അവകാശപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ, കശുവണ്ടി തൊഴിലാളികളുടെ നെഞ്ചിൽ കയറി നിന്നുകൊണ്ടുള്ള താണ്ഡവമുണ്ടല്ലോ, നിങ്ങളൊരു സ്ത്രീ കൂടെ ആയതുകൊണ്ട് കാലം പൊറുക്കില്ല എന്ന് മാത്രമല്ല, നാളത്തെ ചരിത്രം എഴുതുമ്പോൾ വീണ ജോർജ് നിങ്ങളുടെ പേര് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോകുമെന്ന് മാത്രമല്ല, ഈ കശുവണ്ടി ഫാക്ടറിയിലെ ഓരോ അമ്മമാരും സഹോദരിമാരും മാരകമായ അസുഖങ്ങൾ ഒന്നും വരാതിരിക്കട്ടെ,
എന്തെങ്കിലുമൊക്കെ വന്ന് ചികിത്സ നേടുമ്പോൾ അവർ ഉള്ളുരുകി പിരാകും, പ്രാർത്ഥിക്കും. അത് ഇവളാണല്ലോ, ഒരുത്തിയാണല്ലോ ഇതിനെല്ലാം തടസ്സം നിന്നത്. ഒരു ഗവൺമെൻറ് അതിലേക്ക് പോകാതിരിക്കട്ടെ. ഇനിയിപ്പോൾ സമയം കഴിഞ്ഞു, എന്ത് ചെയ്യണമെന്ന് മാത്രം ആലോചിക്കുക. അടുത്ത വർഷം കൊടുക്കാൻ നിങ്ങൾ വേണ്ട. പ്രേമേന്ദ്രൻ ഭരണകക്ഷിയിലേക്ക് വരുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. അവർ കൊടുത്തോളും. എന്തായാലും ചെയ്തത് കൊടും ചതിയും ക്രൂരതയും വഞ്ചനയുമാണ്. അതിനേക്കാൾ വലിയ വഞ്ചന, വലിയ ചതി, വലിയ ക്രൂരത ശവത്തിൽ കുത്തുന്ന രീതിയിൽ പിന്നെ വന്നിരുന്ന് ന്യായീകരിക്കുകയും കൂടി ചെയ്യുന്നതാണ്. അത് സോറി ടു സേ, നിങ്ങളിൽ നിന്നത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരുടെയും മന്ത്രിയാണ്.